ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ നിർണായക വഴിത്തിരിവ്. കേസിൽ അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേൽ സംശയമുണ്ട് എന്ന ഹൈക്കോടതിയുടെ വിമർശനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് കേസിൽ എസ്ഐടിയുടെ പുതിയ അറസ്റ്റ്. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിത്തിന് മുന്നിലാണ് ഇരുവരെയും ഹാജരാക്കിയത്. ദിലീപ് ദേവസ്യയുണ്ട് മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിൽ നിന്ന്. ദിലീപ് ദേവസ്യ ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നിർണായകമായിട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം നടപടികൾ എന്തൊക്കെയായിരുന്നു? സുധി, ഹരിപ്രിയ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ രണ്ട് പ്രതികളെയും റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 14 ദിവസത്തേക്കാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ടാണ് ആ സ്മാർട്ട് ക്രിയേഷൻ CEO ആയ പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനെയുമാണ് കോടതിയിലേക്ക് ഈ വസതിക്ക് മുന്നിൽ, അതായത് ജഡ്ജിയുടെ വസതിക്ക് മുന്നിൽ എത്തിക്കുകയും അവിടെ വെച്ച് ഇരുവരെയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ഇവരെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് SITക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് ഗുരുതരമായ ആരോപണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന്. അതിനുശേഷമാണ് ഉണ്ടായ അറസ്റ്റ് വളരെ നിർണായകമായിരുന്നു. കൂടുതൽ അറസ്റ്റിലേക്ക് ഇനി കടക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ന് ഈ കേസിൽ വിവരങ്ങളെല്ലാം തന്നെ ED, അതായത് കള്ളപ്പണ ഇടപാട് ഈ കേസിൽ നടന്നിട്ടുണ്ട് എന്ന് ED കണ്ടെത്തുകയും EDക്ക് എല്ലാ രേഖകളും നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് രേഖകളെല്ലാം തന്നെ EDക്ക് വൈകുന്നേരത്തോടുകൂടെ EDക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ കൂടുതൽ അറസ്റ്റുകൾ നടക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇന്ന് ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടാകുകയും ചെയ്തത്. അതിനുശേഷമാണ് ഈ പൊടുന്നനെയുള്ള ഈ അറസ്റ്റ് അടക്കം ഉണ്ടാകുകയും ചെയ്തത്. ഇനിയും വരും ദിവസങ്ങളിലും അറസ്റ്റുകൾ ഉണ്ടാകും. ഇനി എന്തായാലും ഇപ്പോൾ പല കാര്യങ്ങൾ, ഈ സ്വർണം എങ്ങനെയാണ് ബെല്ലാരിയിലെത്തിയത്, അത് ദേവസ്വം ബോർഡിന്റെ സ്വർണം അത് വിൽപ്പനയ്ക്കായി എത്തുന്നു, അത് സ്മാർട്ട് ക്രിയേഷൻസ് വഴി വിൽപ്പനയ്ക്കായി ബെല്ലാരിയിലെത്തുന്നു, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ, അതിനെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലയായി നിൽക്കുന്നു എന്നുള്ള അങ്ങനെ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഇതിന്റെ ഒരു ട്രാക്ക്, സാമ്പത്തികമായ ട്രാക്കുകൾ അടക്കം അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായി. SIT ഇനി ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒപ്പം തന്നെ പത്മകുമാറിനെ അടക്കം ചോദ്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ഇവരിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന വിവരങ്ങളും എല്ലാം കൂട്ടിയും കിഴിച്ചും ആണ് ഇനിയുള്ള അന്വേഷണങ്ങൾ നടത്തുക. എന്തായാലും ED അടക്കം ഈ കേസ് അന്വേഷിക്കുമ്പോൾ അത് നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ പ്രതികളെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ എടുത്ത ശേഷമായിരിക്കും ഈ പ്രതികളെയും കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യലും നേരത്തെ പ്രതികൾ നൽകിയിരുന്ന മൊഴികളും എല്ലാം തന്നെ പരിശോധിക്കേണ്ടത്, അതും മാച്ച് ആകുന്നുണ്ടെങ്കിൽ അതിനുള്ള നടപടികളും ഇനി നടത്തുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ രണ്ട് തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഒന്ന് SITയുടെയും ഒപ്പം തന്നെ EDയും അന്വേഷണം നടക്കുകയുണ്ട്. എന്തായാലും ഇപ്പോൾ 2 പേർ പിടിയിലായിരിക്കുന്നു. നാളെ അടക്കം വരും ദിവസങ്ങളിലടക്കം കൂടുതൽ പേർ പിടിയിലാകാനാണ് സാധ്യത ഉണ്ടായിരിക്കുന്നത്. ഹരിപ്രിയ.